ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മള് ലിക്വിഡിന്റെ വീഡിയോസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയേക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട്. ആ കപ്പയെല്ലാം നന്നായിട്ട് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്, കുളിച്ച് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് കപ്പേനെ. അതിനുശേഷം നമ്മൾ നല്ലോണം കൊത്തി അരിയുന്നുണ്ട്. ഇത് എന്ത് കപ്പയാക്കാനാന്നല്ലേ എല്ലാവരും വിചാരിക്കും. സാധാരണ കപ്പപ്പുഴുക്കല്ല കേട്ടോ, ഇത് നല്ല അടിപൊളി പാൽക്കപ്പയാണ് നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വേവിച്ചെടുത്ത കപ്പ ഉപ്പിട്ട് വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ നമ്മൾ കുത്തി ഉടച്ച് ഇളക്കി പെറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ. അതിന് ശേഷം നമുക്ക് ഇനി ചെറിയൊരു ചേരുവ ഉണ്ട്, അത് എന്താണെന്ന് പറയാം. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കണം. ആ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്ത ആ മുളകും നമ്മൾ ഇനി ഈ കപ്പയിലേക്ക് ഇടണം. അതിനു മുമ്പ് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾ ആ പൊടിച്ചെടുത്ത കപ്പയെല്ലാം കൂടി ആ പാത്രത്തിലേക്ക് ഇടുവാണ്. ആ കപ്പ മൊത്തം അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഇടിച്ചു വെച്ച മുളക്, ആ മിക്സ് എല്ലാം കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങാപ്പാലാണ്. ഒരു മുറിയോ രണ്ട് മുറി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഒരു 1.5 മുറിയോളം എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാട്ടോ എടുത്തത്. അതും കൂടി ആ കപ്പയ്ക്കകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതിന് ഇങ്ങനെ നിൽക്കണം ആ തേങ്ങാപ്പാലൊക്കെ. എന്നിട്ട് ആ കപ്പയിലേക്ക് ആ തേങ്ങാപ്പാലെല്ലാം കൂടെ പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എന്നാ ഒരു ടേസ്റ്റാന്നറിയാവോ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പ്രാവശ്യം കണ്ട് കഴിച്ചുള്ളൂ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നല്ല കപ്പ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇന്ന് പാൽക്കപ്പ തന്നെ അയക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പാൽക്കപ്പ ആക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാൽക്കപ്പ ആക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ പാൽക്കപ്പ ഏകദേശം കപ്പയെല്ലാം കൂടി പാലിലെല്ലാം മുങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു പരിപാടിയും കൂടി ഉണ്ട്. എന്താന്നല്ലേ, കടുക് താളിക്കണം. അതിനു വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുന്നു. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട കടുകിട്ട് കൊടുക്കുന്നു. കടുകിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറിയുള്ളി എല്ലാം കൂടി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേനായിരിക്കും ശരിക്കും ആ കടുക് താളിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലും കൂടി അങ്ങോട്ട് വരിക. അപ്പൊ നന്നായിട്ട് മൂത്ത് വന്ന നമ്മളെ കടുക് താളിച്ചതെല്ലാം കൂടി എടുത്ത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കപ്പയിലേക്ക് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ കപ്പയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. കടുക് താളിച്ചതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ കറി കൂട്ടിയിട്ട് കഴിക്കാനും നല്ല സൂപ്പറാണ്. ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടായിരിക്കും കൂടുതൽ എല്ലാവരും കഴിക്കല്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ കറിയും കൂടെ റെഡിയാക്കാം. ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാട്ടോ ചിക്കൻ കറി റെഡിയാക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ എടുത്തു. ഒരു തക്കാളി മാത്രമേ അതിൽ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഈ ചിക്കനെല്ലാം നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയെല്ലാം ഉപ്പും എല്ലാം ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞിട്ട്, നമ്മൾ എത്രയാണോ ചിക്കനൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സവോളയൊക്കെയാണ് കേട്ടോ എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അളവൊന്നും കൃത്യം പറയുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ആ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം സവോള അരിഞ്ഞത് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒരു ബ്രൗൺ കളർ വരുന്നവരെ ഇളക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. നന്നായി വഴണ്ട ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കിത് കണക്കിനാവും. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ തക്കാളി ഒഴിവാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ഒതുക്കിയെടുക്കല്. ഇപ്രാവശ്യം ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ടാണ് ഒതുക്കിയെടുക്കുന്നത്. അതെന്തിനാന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ അതിന്റെ സബോള വഴണ്ടതിനകത്തേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു തക്കാളി ഞാൻ അരയ്ക്കാനും ഒരു തക്കാളി ഈ സബോളയിലേക്കും കൂടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് നമ്മുടെ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഈ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും സബോളയും എല്ലാം കൂടി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴരണം. പച്ചമണം എല്ലാം ഒന്ന് മാറി നന്നായി വഴണ്ടി വരുന്നത് വരെ നമുക്ക്
ഇതിലൊന്ന് ചൂടാക്കാം. അധികം വലിയ തീയിലിടരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇത് നന്നായി വഴണ്ട് വരുമ്പോഴത്തേനും അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്ത പരിപാടി എന്താണെന്നല്ലേ, നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ ചിക്കന് കണക്കാക്കിയിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2-2.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് വേണ്ട മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിന് വേണ്ട മസാലപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഒരുപാട് വേണ്ട, ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. ആ മസാലയെല്ലാം നന്നായിട്ട് ചൂടായി ഒരു ചെറിയൊരു കളറ്, അടി കരിയാതെ ഒരു ചെറിയ കളറ് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതും കൂടി കൂടിയിട്ട് ഒരു ഇരുണ്ട കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ അധികം കൂടിപ്പോവരുത്, പൊടിയെല്ലാം കൂടി കരിഞ്ഞു പിടിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി, വെന്ത് പോവരുത്. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിക്കൻ കറി ഞാൻ വെറൈറ്റിയിലാണ് ആക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം ചിക്കൻ ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. അപ്പം അങ്ങനെ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുത്ത് രണ്ടും ചെറിയ ചൂട് വരുമ്പം മറിച്ചും തിരിച്ചും ഒക്കെ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. നന്നായിട്ട് ഫ്രൈ ആയി പോവാൻ പാടില്ല, ചെറിയതായിട്ടേ ഫ്രൈ അതായത് ഒരു പകുതി വേവിലധികം കുറഞ്ഞ വേവേ ആവാൻ പാടുള്ളൂ. അപ്പോഴാണ് തിന്നാൻ രസം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോവും ചിക്കന്. അതുകൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ. അതിനുശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഈ കറി ആക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഗ്രേവിയിൽ കുറച്ച് വെള്ളം ചേർക്കണം. ആ വെള്ളം ചേർക്കുന്നത് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ മസാലയെല്ലാം തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് നിന്ന് അതിന്റെ വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ടാവും. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ ആ മുളകെല്ലാം പറ്റിയ ആ വെള്ളം ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം നമുക്ക് കുറച്ചും കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ചിക്കന് കുറച്ച് ചാറാവുന്നത് വരെ വെള്ളം ആക്കണം. എന്നാലും ഞാൻ ആദ്യം ചെയ്യുന്നത് ആ മിക്സ് ചെയ്ത് വെച്ചതിന്റെ ആ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആക്കി വെച്ച ചിക്കന്റെ അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് വരുമ്പം അതിന്റെ വെള്ളമെല്ലാം ഇറങ്ങിയതിനനുസരിച്ച് വേണം നമ്മൾ ചാറാക്കി കൊടുക്കാൻ. ചിക്കന്റെ വേവിച്ച് വരുന്ന ആ വെള്ളം മതിയെങ്കിൽ കുറച്ച് ഒരു കൊഴുപ്പ് രൂപത്തിലായിരിക്കും കറി ഉണ്ടാവുക. അങ്ങനെ മതിയെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നമ്മളെ വറുത്ത് വെച്ച ചിക്കൻ എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് അതിനകത്തൊന്ന് പിടിക്കുന്ന പോലെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മള് ചിക്കൻ കറിക്ക് കുറച്ച് ചാറ് കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് ആ വെള്ളം കൂടി അതിൽ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചാറാക്കാം. അങ്ങനെയും കൂടെ ആക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറി അങ്ങ് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടത്തിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി എല്ലാം കൂടി ഇവിടെ തിളച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ചിക്കൻ കറിയും നമ്മുടെ പാൽക്കപ്പയും കൂടെ കൂടിയിട്ട് ഒരു പിടി പിടിക്കാം. അപ്പൊ നമ്മുടെ പാൽക്കപ്പ നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. പാൽക്കപ്പ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പപ്പുഴുക്കിന്റെ ആ ഒരു രീതിയല്ല, കുറച്ച് കപ്പപ്പുഴുക്കിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസ് ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. ആ പാലൊഴിക്കുന്നതുകൊണ്ട് ആ പാലിന്റെ ആ ഒരു രുചി എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. നമ്മളെ പിടിയൊക്കെ കഴിക്കില്ലേ, ആ പിടിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണിതും. അപ്പം അതിന്റെ കൂടെ ഒരു കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ.